ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം അവിയലിന് വേണ്ട വെജിറ്റബിൾസൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അവിയലിനായി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിയലുണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചേന, ക്യാരറ്റ്, മത്തൻ, കോവക്ക, മുരിങ്ങക്കോല്, വെള്ളരി, പച്ചക്കായ, കുമ്പളം, പച്ചമുളക്, കറിവേപ്പില ഇത്രയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേവുന്ന സമയത്ത് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി അരമുറി തേങ്ങ ചിരകിയത്, ചെറിയുള്ളി, കറിവേപ്പില, 1 ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അവസാനമായി ഇതിന് മുകളിലായി അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. Thanks for watching. Bye.